മനോഹരമായ ടി വി ക്യാമ്പസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കേട്ടോ, ഇവിടെ വി വർക്കിന്റെ കോ വർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രപ്പൊരു ആൾക്കാരല്ലേ ഈ നേരത്തോട്ട് കണ്ടോ. ഇവിടെ ഫുഡ് അടിച്ച് ഇങ്ങനെ വെറുതെ ചുമ്മാ തെണ്ടി തെല്ലി നടക്കും കേട്ടോ. കേട്ടോ, ആ സൈഡിലും കുറേ പേര് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ഈ രണ്ട് ടവറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് എത്ര പാലങ്ങൾ പണിത് നോക്ക് വരും. സംഭവം നൈസ് കേട്ടോ. ഇവിടെയാണ് വി വർക്കിന് എൻട്രൻസ് വരുന്നത്. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോകട്ടോ. നിങ്ങൾക്ക് ആ സൈഡിലേക്ക് കുറച്ച് മനോഹരമായ പെയിന്റിങ്സ് കാണാം കേട്ടോ. കുറച്ച് കിഡിലും പെയിന്റിങ്സ് തന്നെ കേട്ടോ. ആ സൈഡിലും കുറേ കണ്ടമാനം ബിൽഡിങ്സ് ഉണ്ട്. അവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ഞാൻ ഒരു ദിവസം വ്ളോഗ് എടുത്ത് കാണിച്ചു തരാം. കണ്ടമാനം പുകവലിക്കാരുള്ള ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്. ഇതൊക്കെ നേരെ നമ്മൾ എക്സിറ്റ് കേട്ടോ. എക്സിറ്റ് ഗേറ്റിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം കേട്ടോ. വെൽഫാർഗോന്റെ ഓഫീസ് അവിടെ വരുന്നത്. ഈ സൈഡിൽ പോയ സോണി അങ്ങനത്തെ പല പ്രമുഖ കമ്പനികളുടെ ഓഫീസുകളുണ്ട്. നമ്മൾ എത്തുന്നത് ഇതാണ് എക്സിറ്റ് ഗേറ്റിലേക്കുള്ള വഴി. നമ്മളെ കൂടെ സ്വാഭിമാനുണ്ട്, ബിസ്ബജിത്ത് ഉണ്ട്. നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോകട്ടോ. കണ്ടോ, ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ഈ സൈഡിൽ മൊത്തം 3 ഫ്ലിപ്കാർട്ടിന്റെ ബ്ലോക്ക് ആട്ടോ. അവിടെ എൻട്രൻസ് ചെയ്യുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ഗാർഡും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന എക്സിറ്റ് കേട്ടോ. ആ കാണാണ് എക്സിറ്റ് ഗേറ്റ്. നമ്മൾ നേരെ നടന്നു പോകുന്ന എക്സിറ്റ് ഗേറ്റ് കേട്ടോ. ഇവിടെ നോക്കി അങ്ങനെ കാണാം. അതിന്റെ അടിയിലാണ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരുന്നത്. ഇവിടെ കണ്ടോ സ്വിഗ്ഗി, സൊമാറ്റോ, അതേപോലെ പല ഡെലിവറി പോയിന്റ്സും ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഓരോ വണ്ടികൾ നിൽക്കുന്നത് കാണാം. നമ്മൾ രാവിലെ നടന്ന ആ വഴി കൂടെ കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ അല്ലേ മനോഹരമായ കുറച്ച് ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും നമ്മൾ നമ്മൾ എക്സിറ്റ് ഗേറ്റിലേക്ക് എത്തിയിട്ടോ. കണ്ടോ, കുറേ പേര് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് നടന്നു നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന കുറേ ഹോട്ടൽസ് ഉണ്ട് കൈസ്. ഇവിടെ അമൂർ ഹോട്ടൽ കണ്ടോ, ബിരിയാണീൻ്റെ. നേരെ കാണാൻ രാജസ്ഥാൻ സ്വീറ്റ്സ് ഇല്ലേ, അടിപൊളി കൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നേരെ സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല കിടിലൻ സ്ട്രീറ്റ്സ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആ ഷോപ്പ് ഒന്ന് ട്രൈ ചെയ്യണം. കേട്ടോ, ഇവരൊക്കെ ഫുഡ് അടിച്ച് ഫുള്ള് സെറ്റപ്പായി ഇങ്ങോട്ട് കയറി വരുന്ന കേട്ടോ. ഇവിടെ നിന്നാണ്ട് കടന്നാൽ ഫുള്ള് റഷ് കൈസ്. ഈ റോഡ് ചെറിയ റോഡ്, അതാണ് മെയിൻ പ്രോബ്ലം. നമ്മൾ ഈ കാണുന്ന ഹോട്ടലിലോട്ടോ കയറാൻ പോകുന്നത്. നമ്മളിവിടെ കയറിയിട്ട് പല കുറി ഇവിടെ കയറി നമ്മൾ ട്രൈ ചെയ്യാൻ പോട്ടോ. ഫുഡ് എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് പറഞ്ഞുതരാം. ഓർഡർ ചെയ്താ എത്തിയിരിക്കുന്നു ഗൈസ്. സ്വാഭിമാനുണ്ട്, വിസ്പജിത്തുണ്ട്, കൂടെ കുസ്ക റൈസ്, പിന്നെ 3 കബാബ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്ത കബാബ് ചെയ്തു. മോനെ കിടിലൻ കളറാട്ടോ. റൈസ് തെറ്റില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. ഹൈദരാബാദ് ബിരിയാണി സെന്ററിലെ റൈസാണ് ഒന്നുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തന്നെ തെറ്റില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത കബാബ് എത്തിയിട്ട് കിട്ടും. ഇവിടെ കളർ റൈസ്, ഒരു പ്രത്യേക ചാറ്റ് മസാല പോലത്തെ മസാല എൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് പ്രത്യേക രസം കേട്ടോ. ഉള്ളി എല്ലാം കൂടി ആകുമ്പോൾ കബാബിന്റെ പീസ്, കുറേശ്ശെ റൈസ്. സംഭവം കൊള്ളാട്ടോ. നൈസാ. 100 രൂപയുള്ളൂ. ഈ നിരക്കിലും ഇത്രയും നല്ല കബാബും റൈസും ഒക്കെ തന്നെയാണ്. നമ്മൾ ഒരു തെറ്റും പറയാതെ കഴിച്ചു. അടിപൊളി ഫുഡാണ് കഴിച്ച്. എന്തല്ലേ ഇപ്പൊ വലിയ ഗതാഗത കുറിക്കൊന്നും കേട്ടോ. അല്ലാത്ത നേരത്തെ നിങ്ങൾക്ക് ഇവിടെ വരണം. ഫുള്ള് തിരക്കാട്ടോ. നേരെ കാണട്ടോ നമ്മളെ ബ്ലോക്ക് കണ്ടോ. 3 ബ്ലോക്കുകൾ അവിടെ ഫ്ലിപ്കാർട്ടിനുള്ളത്. അവിടെ ജസ്റ്റ് ചായ കുടിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കുറേ പേര് അവിടെ ഒരു പണി എടുക്കാതെ വെറുതെ അവിടെ പോയിരിക്കുന്ന പറഞ്ഞോ. ഇവിടെയും കണ്ടോ, ഇതെന്തോ വേറെന്തോ ബ്ലോക്ക് ഗൈസ്. നമ്മൾ നേരെ പോയി നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലോക്കിൽ കയറാം ഗൈസ്. നമ്മൾ നടന്നുകൊണ്ട് നമ്മുടെ ബ്ലോക്കിലേക്ക് നടക്കാം കേട്ടോ. ഈ കാണാണ് ഗൈസ് ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ കണ്ടോ സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കും. പുള്ളിക്കാരൻ നമ്മളോട് ഇതൊക്കെ ചോദിക്കും, ID കാർഡൊക്കെ ചോദിക്കും. വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ കട്ടാക്കാൻ പോകാം.